കേരളം ആശങ്കാജനകമായ രീതിയിൽ ധനപ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവുകളുണ്ട്. ഒരു തെളിവാണ് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ അവഗണന മൂലമാണ് കേരളത്തിലെ ധനപ്രതിസന്ധി എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന കേസ്. രണ്ടാമത്തെ തെളിവാണ് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ സുപ്രീം കോടതി ആവശ്യപ്പെട്ടതുകൊണ്ട് പരസ്പരം ചർച്ച നടത്തി ഈ ധനപ്രതിസന്ധി, കടമെടുപ്പ്, ഇത്തരം കാര്യങ്ങളിൽ തീരുമാനത്തിലെത്താൻ പറഞ്ഞു. സംസ്ഥാനത്തിന് അനുഗുണമായ ഒരു തീരുമാനവും കേന്ദ്രം സ്വീകരിച്ചില്ല. അതുപോലെ മൂന്നാമത്തെ ഈ ആശങ്കാജനകമായ ധനപ്രതിസന്ധിയുടെ മൂന്നാമത്തെ ഒരു തെളിവ്, ഒരുപക്ഷെ ആദ്യത്തെ തെളിവും ആണ്, ഹൈക്കോടതിയില് KTDFCയിലെ ഡെപ്പോസിറ്റേഴ്സ് അവരുടെ ഡെപ്പോസിറ്റ്സും അതിന്റെ പലിശ സഹിതം തിരിച്ചു നൽകണം, അതിന് കോടതി ഇടപെടണം എന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചപ്പോൾ കോടതി ചീഫ് സെക്രട്ടറിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, നിത്യനിദാന ചെലവുകൾക്ക് പോലും പണമില്ലാതെ സംസ്ഥാനം ബുദ്ധിമുട്ടുകയാണെന്ന്, സംസ്ഥാന ഗവൺമെന്റ് ബുദ്ധിമുട്ടുകയാണെന്ന്. അപ്പോഴാണ് ചീഫ് സെക്രട്ടറി അവിടുന്ന് ജസ്റ്റിസ് ചോദിക്കുന്നത്, അപ്പോ കേരളം ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ വക്കീലാണോ എന്ന്. പക്ഷേ എന്നിട്ടും ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ എമർജൻസിയുടെ അല്ലെങ്കിൽ ധനപ്രതിസന്ധിയിലൂടെ, ഫിസ്ക്കൽ ക്രൈസിസിലൂടെ സംസ്ഥാനം കടന്നു പോകാൻ ഇടവന്നത്? സംസ്ഥാനം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മുഴുവനും കേന്ദ്ര ഗവൺമെന്റിനെയും ഫിനാൻസ് കമ്മീഷനെയുമാണ്. അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ നോക്കേണ്ടത് ഈ പറയപ്പെട്ട മുഖാമുഖം പരിപാടിയിലേക്കാണ് നമുക്കൊന്ന് നോക്കേണ്ടത്. എന്താണ് ഈ മുഖാമുഖം പരിപാടി കൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത്? അതായത് കേരളീയം നടത്തിയതുപോലെ, നവകേരള സദസ്സ് നടത്തിയതുപോലെ മറ്റൊരു കൂടിക്കാഴ്ച, ഏകദേശം 2000 പേരെയാണ് മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹം നേരിട്ട് കാണാനും അഭിപ്രായങ്ങൾ തേടാനും ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ചെലവുകൾ മുഴുവനും അതാണ് സ്പോൺസർഷിപ്പ് വഴി, അതിനുള്ള ചെലവിനുള്ള പണം കണ്ടെത്താനാണ് സ്പോൺസർഷിപ്പ് വഴി കണ്ടെത്തണം എന്ന് വേണ്ടപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥർക്കും താഴെ തട്ടിലേക്കുള്ള എവിടെയൊക്കെയാണോ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കാൻ പോകുന്നത് അവിടെയൊക്കെയുള്ള ഉദ്യോഗസ്ഥർക്കായിട്ട് നൽകിയിരിക്കുന്ന എന്താ പറയുക, അവർക്ക് കൊടുത്തിരിക്കുന്ന ആജ്ഞ എന്ന് വേണം നമുക്ക് പറയാനായിട്ട്. കാരണം ആ ആജ്ഞ ലംഘിക്കാൻ സാധാരണ രീതിയിൽ ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥർക്കൊന്നും ചങ്കൂറ്റം കാണുകയില്ല. ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ആദ്യം അത് ലംഘിക്കുന്നത് ആരായിരിക്കും? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരിക്കും. എന്തുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അത് ലംഘിക്കാൻ കഴിയുന്നത്? ചോദ്യം ചെയ്യപ്പെടാതെ ലംഘിക്കാൻ കഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി സ്വയംഭരണ സ്ഥാപനങ്ങളായി സ്ഥാപിതമായവയാണ്. കേന്ദ്ര ഗവൺമെന്റിന് അധികാരങ്ങൾ ഉള്ളതുപോലെ, സംസ്ഥാന ഗവൺമെന്റിന് അധികാരങ്ങൾ ഉള്ളതുപോലെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും സ്വയംഭരണ അധികാരമുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്ക് ഫണ്ട് കൊടുക്കണം, അത് അവരുടെ തനത് ഫണ്ടിൽ നിന്നാണല്ലോ കൊടുക്കേണ്ടത്. ആർക്ക് ഫണ്ട് കൊടുക്കണം, ആർക്ക് ഫണ്ട് കൊടുക്കരുത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിലേക്ക്, കോർപ്പറേഷനുകളിലേക്ക്, എല്ലായിടത്തേക്കും തന്നെ സംസ്ഥാന ഗവൺമെന്റ് വിവിധ വകുപ്പുകളിലേക്ക് ഒക്കെയാണ് ഈ ആജ്ഞ കടന്നു ചെന്നിരിക്കുന്നത്. കണ്ടെത്തുവിൻ പണം സ്പോൺസർഷിപ്പിലൂടെ എന്റെ മുഖാമുഖം പരിപാടിയുടെ മുഖം മിനുക്കുവാനായിട്ട് എന്നാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ആജ്ഞ. അപ്പൊ അതനുസരിച്ച് അവർ മുന്നേറുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതാണല്ലോ കേരളീയം നമ്മെ കാണിച്ചു തന്നത്, അതാണല്ലോ നവകേരള സദസ്സും നമ്മെ കാണിച്ചു തന്നത്. പക്ഷെ ഒന്നോർക്കണം, മുഖാമുഖം പരിപാടി എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റ് വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം മന്ത്രിമാരും ഓരോരുത്തരെ എത്ര പേരെ എങ്ങനെ ആ നയമൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. എനിവേ, വീണ്ടും ഭരണമില്ലാത്ത ഒരു വർഷം കൂടി കേരളം കാണാൻ പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഭരണമില്ലാത്തൊരു വർഷം എന്ന് ഞാൻ പറയാൻ കാരണം എന്താണ്? പോയ വർഷം ഭരണമില്ലാത്ത വർഷമായിരുന്നു. ആദ്യം കേരളീയം നടത്തി, അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു കേരളീയത്തിന് മുൻപ്. അതിനു മുൻപ് തന്നെ നവകേരള സദസ്സിനും കേരളീയത്തിനും വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ആദ്യം കേരളീയം നടത്തി, തുടർന്ന് നവകേരള സദസ്സ് നടത്തി. നവകേരള സദസ്സൊക്കെ തീർന്നത് നമുക്കറിയാം ഡിസംബർ മാസത്തിലാണെന്ന്. ഡിസംബർ എൻഡിലാണ് നവകേരള സദസ്സ് തീർന്നത്. പിന്നെ എത്ര മാസമുണ്ട്? അപ്പോൾ ധനപ്രതിസന്ധിയുടെ ഒക്കെ കാരണങ്ങൾ തേടി കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഫിനാൻസ് കമ്മീഷനെ കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല എന്ന് സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകും ഈ കേരളത്തില്.
അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള സാഹചര്യം എന്ന് പറയുമ്പോൾ ആ സാഹചര്യത്തിന്റെ ഒരു പ്രത്യേകത കൂടി, അത് എത്ര രൂക്ഷമായിരുന്നു ആ സാഹചര്യം, ഭരണമില്ലാത്ത സാഹചര്യം അത് എത്ര രൂക്ഷമായിരുന്നു. സെക്രട്ടേറിയറ്റ് മിക്ക സമയങ്ങളിൽ ഒഴിഞ്ഞു കിടന്നു, തീരുമാനങ്ങൾ എടുക്കപ്പെട്ടില്ല, ഭരണം നടത്തപ്പെട്ടില്ല. അതിന്റെ ഫലം എന്തായിരുന്നു എന്നറിയണമെങ്കിൽ CAG റിപ്പോർട്ട് എടുത്ത് നോക്കണം. 2023 CAG റിപ്പോർട്ട് എടുത്തു നോക്കണം. ആ റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്? 28258.39 കോടി, 28258.39 കോടി അരിയർ പിരിച്ചെടുക്കാനുണ്ട്. എന്തുകൊണ്ടാണ് അരിയർ പിടിച്ചെടുക്കാൻ പറ്റാതെ പോയത്? അരിയർ പിരിച്ചെടുക്കാൻ പറ്റണമെങ്കിൽ അവിടെയുള്ള 34 വകുപ്പുകളും അതിന്റെ സമാന്തര വകുപ്പുകൾ എല്ലാം കൂടി 70 കൂടുതൽ വകുപ്പുകളുണ്ട്. ഈ വകുപ്പുകളിലൊക്കെ ഭരണകർത്താക്കൾ ഉണ്ടാവണം, അവയൊക്കെ ശരിയായ രീതിയിൽ ഭരിക്കപ്പെടണം. എങ്കിലാണ് നികുതി വരുമാനവും നികുതിയേതര വരുമാനവും ഒക്കെ പിരിക്കേണ്ട സമയത്ത് ഇടപെട്ട് പിരിച്ചെടുക്കാൻ പറ്റൂ. അല്ല ആരെങ്കിലും അതിന് കാലതാമസം വരുത്തുന്നുവെങ്കിൽ അവരെ കൊണ്ട് അത് ചെയ്യിക്കാൻ പറ്റൂ. ഓഡിറ്റേഴ്സ് അസോസിയേഷൻ തന്നെ പറഞ്ഞു, ഓഡിറ്റിങ്ങിന് ഗവൺമെന്റ് അനുവദിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഓഡിറ്റിങ്ങിന് ഗവൺമെന്റ് അനുവദിക്കാത്തത്? അത് ഓഡിറ്റേഴ്സ് ചെന്ന് ഓഡിറ്റിംഗ് നടത്തുമ്പോഴാണ് ഓരോ വകുപ്പിലും വകമാറ്റി ചെലവഴിച്ച ഫണ്ടുകളെ പറ്റി, തിരിമറികളെ പറ്റി, ധൂർത്തിനെ പറ്റി ഒക്കെയുള്ള ചരിത്രം പുറത്തു വരിക. അപ്പൊ അതൊന്നും പുറത്തു വരാതിരിക്കാനാണ് ഓഡിറ്റിംഗ് നടത്താൻ സമ്മതിക്കാത്തത്. അത് തന്നെയാണ് എന്താണ് പറയുക, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഡിറ്റിങ്ങിന് വരുന്നു, ഇന്റേണൽ ഓഡിറ്റിംഗ് അതിനു മുൻപ് നടത്തിയിരിക്കണം എന്ന് പറഞ്ഞ് ഈ മുന്നറിയിപ്പ് കൊടുക്കുമ്പോഴാണ് ഓഡിറ്റേഴ്സ് അതിനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്, ഗവൺമെന്റ് ഓഡിറ്റേഴ്സ്. അങ്ങനെ ഗവൺമെന്റ് ഓഡിറ്റേഴ്സ് ഇറങ്ങിത്തിരിച്ചാലും അവരെ പിന്തിരിയിപ്പിക്കും, അവരെ ഓഡിറ്റിംഗ് നടത്താൻ സമ്മതിക്കത്തില്ല. അതിന്റെയൊക്കെ കാരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഫണ്ട് തിരിമറി പോലെയുള്ള കാര്യം. അതിനൊരു എക്സാമ്പിൾ തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റവന്യൂ ഗ്രാന്റ് ആയിട്ട് കേന്ദ്രത്തിൽ നിന്ന് 814 കോടിയാണ് ഈ കഴിഞ്ഞ വർഷം, അതായത് 2023-24 വർഷം കിട്ടേണ്ടിയിരുന്നത്. അതിന്റെ ഒന്നാമത്തെ ഗഡു 212 കോടി രൂപ കഴിഞ്ഞ ഓഗസ്റ്റിൽ, അതായത് 2023 ഓഗസ്റ്റിലാണ് കേന്ദ്രത്തിൽ നിന്ന് കൈമാറുന്നത്. പക്ഷെ കേന്ദ്രത്തിൽ നിന്ന് കൈമാറിയ ആ 212 കോടിയുടെ 1 രൂപ പോലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് പോയില്ല. അപ്പൊ എന്താ സംഭവിച്ചത്? ബാക്കി എമൗണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയതുമില്ല. അതായത് ഈ 212 കോടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെത്തി, അത് യൂട്ടിലൈസ് ചെയ്ത് ആ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് CAG അറ്റസ്റ്റ് ചെയ്ത്, അതായത് CAG കണ്ട് ശരിയെന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ എത്തിയാലാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗഡുക്കൾ കിട്ടുക. ആ സർട്ടിഫിക്കറ്റ്, അതായത് ഫണ്ട് കൈമാറിയില്ല. അങ്ങനെ കൈമാറാതിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ കണ്ടുപിടിക്കാതിരിക്കാൻ, ക്രമക്കേടുകൾ കണ്ടുപിടിക്കാതിരിക്കാനാണ് ഓഡിറ്റിംഗ്, ഇന്റേണൽ ഓഡിറ്റിംഗ് തടസ്സപ്പെടുത്തുന്നത് എന്ന് തന്നെയാണ് CAG ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇപ്പോ സ്പോൺസർഷിപ്പ് പിരിക്കാൻ പോവുകയാണ്. കേരളീയം നടത്തി സ്പോൺസർഷിപ്പ് പിരിച്ച കഥ മറന്നുപോയിട്ടില്ല. കേരളീയത്തിന് ഏറ്റവും കൂടുതൽ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്ത ആൾക്ക് കേരളീയത്തിന്റെ അവസാന ദിവസം അവാർഡ് കൊടുത്തു. അത് ആരായിരുന്നു അവാർഡ് സ്വീകരിച്ച ആള്? അവാർഡ് സ്വീകരിച്ച ആള് കമേഴ്ഷ്യൽ ഇന്റലിജൻസിന്റെ ചീഫ് ആയിരുന്നു. അതായത് GST കളക്ഷൻ ഒക്കെ നടത്തേണ്ട ചീഫ്. അദ്ദേഹത്തിന് അവാർഡൊക്കെ കൊടുത്ത് ആദരിച്ചു. പക്ഷെ നമ്മള് GSTയുടെ കുടിശ്ശിക നോക്കുമ്പോഴല്ലേ, നമ്മുടെ ധനമന്ത്രി ബാലഗോപാൽ എന്താണ് ബജറ്റ് അവതരണ ദിവസം സഭയിൽ പറഞ്ഞത്? 14,000 കോടിയോളം രൂപയാണ് GSTയുടെ കുടിശ്ശിക പിരിക്കാൻ കിടക്കുന്നതെന്ന്. ഈ സ്പോൺസർഷിപ്പിന് ചെല്ലുമ്പോഴേ അങ്ങോട്ട് പറയും, അവർ പരസ്പര സഹായ സംഘങ്ങളാണ്. സ്പോൺസർ ചെയ്യുന്ന സ്പോൺസർക്കും ചില അവകാശങ്ങളുണ്ട്. അതായത് ചില ഇളവുകളൊക്കെ ആ സ്പോൺസർ അർഹിക്കുന്നു. അങ്ങനെ ഇളവുകൾ കിട്ടുമെന്ന ധാരണയിലാണ് സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ ഈ സ്പോൺസർഷിപ്പ് കളക്ട് ചെയ്യാൻ പോകുന്ന ഉദ്യോഗസ്ഥനും അതുപോലെ സ്പോൺസർഷിപ്പ് നടത്തുന്ന ആളും തമ്മിൽ ചില കൊടുക്കൽ വാങ്ങലുകൾ, ആ കൊടുക്കൽ വാങ്ങലിന്റെ ബാക്കിയാണ് 14,000 കോടിയോളം വരുന്ന GST കുടിശ്ശിക എന്ന് ഏത് മരമണ്ടന മനസ്സിലാകാത്തത്? അപ്പോ ഈ വർഷം നമ്മുടെ ഖജനാവ് കാലിയായതിന്റെ ആസൂത്രകർ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സഹജീവികളുമാണ്, എന്ന് വെച്ചാൽ സഹമന്ത്രി പുങ്കവന്മാരുമാണ്. അവരെല്ലാം കൂടി നമ്മുടെ നമ്മുടെ ഖജനാവ് കാലിയാക്കി. അതായത് ഭരണമില്ലാതിരുന്നു, കാര്യക്ഷമത ഇല്ലായിരുന്നു. അങ്ങനെയാണ് അതിപ്പോ അടുത്ത വർഷവും മുഖാമുഖത്തോടെ തുടങ്ങുകയാണ്
ഖജനാവ് കാലിയാക്കാനുള്ള തന്ത്രം, അതിനെ നമ്മൾ എങ്ങനെയാണ് പാടി പുകഴ്ത്തേണ്ടത്? ഇൻകുലാബ് സിന്ദാബാദ് എന്നും പറഞ്ഞ് നമുക്കത് പാടി പുകഴ്ത്താം.